മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. പൂങ്കുന്നത്തും സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ജനസാഗരം. സംസ്കാരം ശനിയാഴ്ച പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടുവളപ്പിൽ. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യമെന്തെന്ന് ഹൈക്കോടതി. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതി. മലയ്ക്കപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം. തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് ഭാഗികമായി തകർത്തു. കാർഷിക വിളകളും നശിപ്പിച്ചു. നെല്ലുവായി തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി ഭക്തിസാന്ദ്രം. ധന്വന്ത്രി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ വൻ ഭക്തജനത്തിരക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറക് വിരിക്കും. ആൽത്തറയിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്തു. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച സാംസ്കാരിക നഗരി. സിനിമാ ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ സ്വരമാധുര്യമാക്കിയ അനശ്വര ഗായകൻ ഇനി ഓർമ്മയുടെ അഭ്രപാളിയിൽ. അമല ആശുപത്രിയിൽ നിന്നും രാവിലെ 9:30 നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഭൗതിക ശരീരം പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചത്. പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പൂങ്കുന്നത്തെ വസതിയിൽ ജനസാഗരം ഒഴുകിയെത്തി. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച് ഭൗതിക ശരീരം രാവിലെ 10:55 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ MK വർഗീസ്, മുൻ മന്ത്രിമാരായ VS സുനിൽകുമാർ, S ശർമ്മ, MLA മാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, VK ശ്രീകണ്ഠൻ MP, ചലച്ചിത്ര നടന്മാരായ ബാലചന്ദ്ര മേനോൻ, മനോജ് K ജയൻ, ജയരാജ് വാര്യർ, ചലച്ചിത്ര സംവിധായകരായ സത്യൻ അന്തിക്കാട്, കമൽ, സിബി മലയിൽ, രഞ്ജി പണിക്കർ, സംഗീത സംവിധായകരായ ശ്രീകുമാരൻ തമ്പി, വിദ്യാധരൻ മാസ്റ്റർ, ഔസേപ്പച്ചൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ്, ഗായകരായ സുധീപ്, അനൂപ് ശങ്കർ, സിത്താര തുടങ്ങിയവരും, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മുൻ MP TN പ്രതാപൻ, ഷാഫി പറമ്പിൽ MP, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, മാറോഗിൻ കുര്യാക്കോസ് തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിയോടെ സംഗീത നാടക അക്കാദമിയിൽ നിന്ന് പൂങ്കുന്നത്തെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി. ശനിയാഴ്ച രാവിലെ 8:30 ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് പറവൂരിലെ ചേന്നമംഗലത്തെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചതിരിഞ്ഞ് 3:30 തറവാട്ട് വളപ്പിൽ സംസ്കാരം നടക്കും. TCV ന്യൂസ്, തൃശൂർ. പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരത്തിൽ സഹപ്രവർത്തകരും ആസ്വാദകരും കണ്ണീർ പൂക്കളർപ്പിച്ചു. പ്രിയ ഗായകന് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. ചലച്ചിത്ര താരങ്ങളായ പത്മശ്രീ മമ്മൂട്ടി, ബിജു മേനോൻ, ഗായകരായ MG ശ്രീകുമാർ, M ജയചന്ദ്രൻ, തിരക്കഥാകൃത്ത് SN സ്വാമി, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ പൂങ്കുന്നത്തെ വസതിയിലെത്തി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വസതിയിലെത്തി. ഭാവഗായകൻ ഗുരുവായൂരപ്പന്റെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന ചിത്രത്തെ പരാമർശിച്ച് കണ്ടമിടറിയ MG ശ്രീകുമാർ ജയചന്ദ്രനുമായുണ്ടായിരുന്ന ഊഷ്മള ബന്ധം അനുസ്മരിച്ചു. ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാശിയിൽ വെച്ചാണ്. അന്ന് തൊട്ടുള്ള ഊഷ്മള ബന്ധം കഴിഞ്ഞ മാസം വരെ തുടർന്നു. അനശ്വരനായ ഒരു ഗായകൻ, അതിനപ്പുറം തനതായ ശൈലി, തനതായ ശബ്ദം, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പാടിയ ഒരു അത്ഭുത പ്രതിഭാസം. സത്യം സത്യമാണെന്ന് മാത്രം പറയുന്ന ഒരു വ്യക്തി. ജയേട്ടൻ എന്തുകൊണ്ടൊരു ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ ഏറ്റു പാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ഞാനൊരു പടം വരച്ചിരിക്കുന്നത് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. വേറൊന്നുമല്ല,
ഗുരുവായൂരപ്പൻ്റെ മടിയിൽ അദ്ദേഹം തലയാച്ചുറങ്ങുന്നു. അപ്പോൾ അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുവിലെ എന്നോമൽ ഉറക്കമായി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ മടിയിൽ. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ഭൗതിക ശരീരം സാംസ്കാരിക നഗരിയിൽ നിന്ന് പറവൂർ ചേന്നമംഗലത്തെ തറവാട്ട് വസതിയിലേക്ക് കൊണ്ടുപോകും. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. പി ജയചന്ദ്രന്റെ വേർപാട് മലയാളികൾക്ക് നികത്താൻ കഴിയാത്ത വിടവ്. പാട്ടിന്റെ സ്വരമാധുര്യം തീർത്ത അനശ്വര ഗായകൻ ഇനി ഓർമ്മ. മലയാളത്തിന്റെ ഗാനയൗവനം മാഞ്ഞുപോയി. മലയാളികളുടെ ചുണ്ടിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരു പിടി ഗാനങ്ങളുടെ ഗായകൻ. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും അദ്ദേഹത്തിന്റെ ഗാനശ്രേണിയിലുണ്ട്. കുഞ്ഞാലിമരക്കാറിലെ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനത്തിലൂടെ മലയാള പിന്നണി ഗാന രംഗത്തേക്ക്, കളിത്തോഴനിലെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയനായി. ശരബിന്ദു മലദീപനാളം, ഏകാന്തപതികൻ ഞാൻ തുടങ്ങി 6 പതിറ്റാണ്ടിന്റെ സ്വരമാധുര്യം. പഴയ ഗാനങ്ങളുടെ റീമിക്സുകളെ അതിശക്തമായി എതിർത്ത അദ്ദേഹം പക്ഷേ പുതിയ സംഗീത സംവിധായകരുടെ മൗലികതയുള്ള ഈണങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഓലഞ്ഞാലിക്കുരുവി മുതൽ പൊടിമീശ മുളയ്ക്കണ പ്രായം വരെ. പുതിയ തലമുറയ്ക്കും അദ്ദേഹം പ്രിയങ്കരനായി. മലയാളത്തിന്റെ ധനുമാസചന്ദ്രൻ അസ്തമിച്ചുവെങ്കിലും മലയാളികളുടെ ആസ്വാദനത്തിന് നിറം പകർന്ന ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും ജീവിക്കും. അനശ്വര ഗായകന് യാത്രാ പ്രണാമം. TCB ന്യൂസ്, തൃശൂർ. അന്തിക്കാടിന്റെ മണ്ണിലെത്തി വിപ്ലവഗാനം പാടിയ ചരിത്രമുണ്ട് അന്തിക്കാട്ടുകാർക്ക് ഭാവഗായകനെ ഓർക്കാൻ. 2022 ആഗസ്റ്റിൽ CPI ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ രക്തസാക്ഷി പൂക്കുന്നു ചോക്കുന്നു എന്ന ഗാനോപഹാരത്തിനു വേണ്ടി അന്തിക്കാടിൻ്റെ സമരചരിത്രത്തെക്കുറിച്ച് പാടാനായിരുന്നു അന്ന് പി ജയചന്ദ്രൻ അന്തിക്കാട്ടെത്തിയത്. മുൻ CPI നേതാവ് KP പ്രഭാകരന്റെ വസതിയിലായിരുന്നു റെക്കോർഡിംഗ്. അന്തിക്കാടിൻ സമരചരിത്രം അറിയാത്തവരുണ്ടോ? അന്തിച്ചോപ്പ് പരന്നതുപോലത് നെഞ്ചിനകത്തുണ്ടേ. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഗാനമാണ് അദ്ദേഹം അന്ന് പാടിയത്. മുൻമന്ത്രി VS സുനിൽകുമാറുമായുള്ള സൗഹൃദമായിരുന്നു ആ അപൂർവ സന്ദർശനത്തിനും റെക്കോർഡിങ്ങിനും വേദിയൊരുക്കിയത്. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഒരേയൊരു ഗാനമായിരുന്നു അത്. അണിചേർന്നെത്തി ധീരസഖാക്കൾ അരുമച്ചെങ്കൊടിയേന്തി അരുമച്ചെങ്കൊടിയേന്തി അരുമച്ചെങ്കൊടിയേന്തി. മലയാളത്തിന്റെ പ്രിയ ഗായകനെ അനുസ്മരിച്ച പ്രമുഖർ. ശ്രീ ജയചന്ദ്രൻ ഇരിങ്ങാലക്കുടക്കാരനായ ഗായകൻ എന്നുള്ള അഭിമാനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. മലയാളികളുടെയൊക്കെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള ഭാവഗായകനാണ്. ഏറ്റവും ആർദ്രമായ സ്വരത്തോടുകൂടി ഏറ്റവും പ്രണയവിലോലമായിട്ടുള്ള ഭാവങ്ങൾ ഇഴുകിച്ചേർത്ത രീതിയിൽ ഗാനാലാപനം അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള രീതിയാണ്. വ്യക്തിപരമായിട്ട് വളരെ ഇഴയെടുപ്പമുള്ള ഒരു ബന്ധമാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. എൻ്റെ അച്ഛനാണ് അദ്ദേഹത്തെ ആദ്യം കലോത്സവത്തിന് കൊണ്ടുപോകുന്നത്. അച്ഛന് വളരെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഒരുപാട് കാലത്തെ ബന്ധമാണ് ജയേട്ടനായിട്ട്. എന്നെ സംബന്ധിച്ചൊരു ഗുരുനാഥനെ പോലെ തന്നെയാണ്, ഗുരുനാഥൻ തന്നെയാണ്. കാരണം അവരുടെയൊക്കെ പാട്ടുകൾ കേട്ടിട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ 10-16ഓളം പാട്ടുകൾ എൻ്റേത് പാടിയിട്ടുണ്ട്. 18 പാട്ടുകളോളം ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ പാട്ടുകളും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ പാടിയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ആ പാട്ട് ഇനി പാടാൻ
ഒരാളില്ല. അത്തരത്തിലൊരു പാട്ട് പാടാൻ, മലയാള ഗാനം പാടാൻ ഇനി ഒരാളില്ല എന്നറിയുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു നഷ്ടമാണ്, വിഷമമാണ് മനസ്സിലുള്ളത്. മലയാളം ഉള്ളിടത്തോളം കാലം ജയചന്ദ്രനെ നമ്മളെല്ലാവരും ഓർക്കും. അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായ ആ ഗാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലും എന്നും തങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനശ്വരനായ ശ്രീ ജയചന്ദ്രൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യമെന്തെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേയെന്ന് കോടതി ചോദിച്ചു. സമാന പരാമർശങ്ങൾ ബോബി ഇനി ആവർത്തിക്കില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ തങ്ങൾ നൽകിയ രേഖകളും തെളിവുകളും ശരിക്ക് പരിശോധിക്കാതെയാണ് റിമാൻഡ് ചെയ്തതെന്നും കള്ളപ്രചരണമാണിതെന്നും തനിക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നുമായിരുന്നു ബോബിയുടെ വാദം. പരാതിക്കാരി മാധ്യമങ്ങളിലൂടെ തന്നെ വേട്ടയാടുകയാണെന്ന് ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാഹനം തടഞ്ഞ ബോച്ചെ അനുയായികൾക്കെതിരെ പോലീസ് കേസെടുക്കും. കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമെന്ന് വിലയിരുത്തിയാണ് നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നത്. എറണാകുളം ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞത്. മലയ്ക്കപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം, തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് ഭാഗികമായി തകർത്തു. കാർഷിക വിളകളും നശിപ്പിച്ചു. ജാർഖണ്ഡ് സ്വദേശി ചോട്ടു താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ആനക്കൂട്ടം തകർത്തത്. വീട്ടിൽ ആരുമില്ലായിരുന്നു. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ ആനകൾ എത്തുമ്പോൾ തൊഴിലാളികൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നിർമാല്യ ദർശനത്തോടെയാണ് സ്വർഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവത്ഗീത പാരായണം, സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടന്നു. പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ 4 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ധന്വന്തരി സംഗീതോത്സവത്തിന് സമാപനമായി. പ്രസാദഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ഗജവീരന്മാരോടുകൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടായി. ഏക്കമില്ലാതെ വഴിപാടായിട്ടാണ് ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. 5 ആനപ്പുറത്ത് ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പഞ്ചാരി മേളത്തിന് നേതൃത്വം നൽകി. കൌസ്തുഭം ഹാളിൽ നടന്ന പ്രസാദഊട്ടിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. കലാമണ്ഡലം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഓട്ടൻതുള്ളൽ നടന്നു. പോരു ഹരിദാസും സംഘവും അവതരിപ്പിച്ച വിശേഷ തായമ്പകയും അരങ്ങേറി. ഗുരുവായൂർ മഞ്ജുളാൽത്തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറക് വിരിക്കും. ആൽത്തറയിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്തു. പുതിയ വെങ്കല പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുളാൽത്തറ നവീകരിക്കാനുമായാണ് ഗരുഡ പ്രതിമ നീക്കം ചെയ്തത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കവചമൊരുക്കിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് പ്രതിമ മാറ്റിയത്. ലോറിയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിച്ച പ്രതിമ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി പുൽത്തകടിയിൽ ഈ പ്രതിമ സ്ഥാപിക്കും. ശ്രീവത്സത്തിന് പുറത്ത് ഇടതുഭാഗത്തായാണ് പ്രതിമ സൂക്ഷിച്ചിട്ടുള്ളത്. സിമന്റ് തറ കെട്ടിയതിനു ശേഷം പ്രതിമ പുൽത്തകടിയിലേക്ക് മാറ്റും. 55 വർഷം മുൻപ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് മഞ്ജുളാൽത്തറയിൽ കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത്. 8 അടി നീളവും
16 അടി വീതിയുമുള്ള ഗരുഡപ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുലാൽ തറ കരിങ്കൽ പാളി കൊണ്ട് ഉയർത്തിക്കെട്ടിയ ശേഷം മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തിലോ വെങ്കല പ്രതിമ സ്ഥാപിക്കും. പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി 1 കോടി രൂപയാണ് പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുലാൽ തറ നവീകരണത്തിനുമായി ചെലവിടുന്നത്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രതിമ മാറ്റിസ്ഥാപിച്ചത്. നിരവധി പേരാണ് അപൂർവ മുഹൂർത്തം കാണാനെത്തിയത്. ഗരുഡ പ്രതിമയില്ലാത്ത മഞ്ജുലാൽ തറയുടെ ചിത്രം പകർത്താനും തിരക്കായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യ തുഷാരിയെയും ഗുരുവായൂരിൽ കണ്ടെത്തി. പടിഞ്ഞാറെ നടയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയ ഇവരെ ടെമ്പിൾ പോലീസ് നടക്കാവ് പോലീസിന് കൈമാറി. ഇരുവരെയും ഉടൻ കോഴിക്കോട് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കും. ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത ശേഷം രജിത് കുമാറിനെയും ഭാര്യ തുഷാരിയെയും കാണാതായെന്ന് കാണിച്ച കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത്. നടക്കാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. 20 വർഷമായി മാമിയുടെ ഡ്രൈവറായിരുന്നു രജിത്ത്. 2023 ഓഗസ്റ്റ് 21 മാമിയെ കാണാതാകുന്നതിന് മുമ്പ് അവസാനം സംസാരിച്ചവരിൽ ഒരാളും രജിത്തായിരുന്നു. ലോക്കൽ പോലീസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും നിലവിൽ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘവും മാമി തിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം ചോദ്യം ചെയ്തതും രജിത് കുമാറിനെയായിരുന്നു. ആർത്താറ്റ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ആർത്താറ്റ് സ്വദേശി മണി, കാണിപ്പയ്യൂർ സ്വദേശി ഷിബു എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. മണിയുടെ പറമ്പിന്റെ സർവേക്ക് എത്തിയതായിരുന്നു ഷിബു. പക്ഷികൾ വന്നിരുന്നതിനെ തുടർന്ന് സമീപത്തെ മരത്തിലെ കടന്നൽ കൂട് ഇളകിയാണ് ഇരുവരെയും കുത്തിയത്. സമീപത്തെ തോട്ടിലേക്ക് എടുത്തു ചാടിയാണ് ഷിബു രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും കടന്നൽ കൂട് എടുത്തു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഏതാനും ദിവസം മുൻപ് പഴഞ്ഞി മങ്ങാട് കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന അദാലത്ത് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ, PC ബിജു, MS സുനിത, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, RDO ഡോക്ടർ റിജിൽ, ചാലക്കുടി തഹസിൽദാർ ആൻഡോ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി 2 ടേം പൂർത്തിയാക്കിയ ഡോക്ടർ MK സുദർശനെ തൃശൂർ നീരാഞ്ജലി ഹാളിൽ യാത്രയയപ്പ് നൽകി. ഈ മാസം 15-ന് പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാകും. P ബാലചന്ദ്രൻ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബോർഡംഗം MB മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബോർഡംഗം പ്രേംരാജ് ചൂണ്ടാലാത്ത് പൊന്നാടയണിയിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, യൂണിയൻ പ്രതിനിധികളായ കൃഷ്ണൻകുട്ടി, പ്രശാന്ത് R നായർ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം KJ യേശുദാസിന് 85-ാം പിറന്നാൾ. വയസ്സിൽ തുടങ്ങിയ സംഗീത സബര്യ തലമുറകൾ പിന്നിട്ട് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാളികൾക്ക് സംഗീത മധുരവും ശ്രുതിശുദ്ധവുമായ ഒരു കാലമാണ് യേശുദാസ്. മലയാളത്തിന്റെ ദേശസത്തയെ മലയാളി വീണ്ടെടുത്ത നാദരൂപം. 1960-ൽ തൃപ്പൂണിത്തുറ RLV അക്കാദമിയിൽ നിന്ന് 1ാം റാങ്കോടെ ഗാനഭൂഷണം. പിന്നീട് സംഗീതഭൂഷണത്തിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിലെത്തിയത് വഴിത്തിരിവായി. പ്രിൻസിപ്പലായിരുന്ന ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ വഴി സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സവിധത്തിലേക്ക്
MB ശ്രീനിവാസന്റെ സംഗീതത്തിൽ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടി സിനിമ സംഗീത ലോകത്തേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓരോ മലയാളിയുടെയും ഹൃദയാന്തരത്തിൽ ആ മാസ്മരിക ശബ്ദമുണ്ട്. പ്രണയം, വിരഹം, ദുഃഖം, നിരാശ, സന്തോഷം തുടങ്ങി സമ്മിശ്ര വികാരങ്ങളുടെ പ്രതിഫലനമാണ് ആ ശബ്ദ സാന്നിധ്യം. KJ യേശുദാസിന്റെ രവീന്ദ്രനുമായുള്ള കൂട്ടുകെട്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. പാടാത്ത ഇന്ത്യൻ ഭാഷകളില്ല. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം 8 തവണ നേടിയ ഇദ്ദേഹം കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച ശിഖരം മാച്ച് തകരം ഇപ്പോൾ തങ്കം മാച്ച് കാട്ട് മൂങ്ങി പാട്ട് പാടും പുല്ലാങ്കുഴലാച്ച്. 2017 പത്മവിഭൂഷൺ, 2002 പത്മഭൂഷൺ, 1973 പത്മശ്രീ എന്നീ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സംഗീതപ്രേമികളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ അനശ്വര ഗാനഗന്ധർവന് മലയാളികളുടെ സ്വന്തം ദാസേട്ടന് പിറന്നാളാശംസകൾ. പാലിയക്കരയിൽ കാർ യാത്രക്കാരന്റെ മർദ്ദനത്തിൽ ടോൾ പ്ലാസ ജീവനക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, പാലിയക്കര ടോൾ പ്ലാസയിൽ യാത്രക്കാരും ജീവനക്കാരും തമ്മിലുള്ള വാക്കുതർക്കവും കയ്യാങ്കളിയും സ്ഥിരം സംഭവമാണ്. ഇന്ന് എന്തായിരുന്നു സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? രമ്യ, ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ യാത്രക്കാർക്ക് ഫാസ്ടാഗ് ഇല്ലാത്തതിനെ തുടർന്ന് അവർക്ക് പണം അടയ്ക്കണമെന്ന് ഈ ബൂത്തിലുണ്ടായിരുന്ന ജീവനക്കാരെ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് പണമടക്കാൻ തയ്യാറാവാത്ത ഈ കാറിലുണ്ടായിരുന്ന യാത്രക്കാരൻ പുറത്തിറങ്ങി വന്ന് ഈ ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ജീവനക്കാരൻ അവിടെ ബൂത്തിൽ സൈഡിൽ കയറി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയും താഴെ വീണ് തലയ്ക്ക് പരിക്കേറ്റു. മുഖത്ത് ഇടികൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കല്ലൂർ സ്വദേശി ഒരു ഡേവിഡ് എന്ന് പറഞ്ഞ 37 വയസ്സുള്ള ഡേവിഡിനാണ് പരിക്കേറ്റത്. ടോൾ പ്ലാസ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിക്രൂരമായ മർദ്ദനം തന്നെയാണെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിശദീകരണം. കാരണം അവരും ഈ പരിക്കേറ്റ യുവാവിനെ മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ആള് താഴെ വീണത് മൂലം തലയടിച്ച് താഴെ വീഴുകയായിരുന്നു. ഈ വീഴ്ചയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് ഇടിച്ചും മൂക്കിലും ഒക്കെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ആളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്.
പാലിയക്കരയിൽ കാർ യാത്രക്കാരന്റെ മർദ്ദനത്തിൽ ടോൾ പ്ലാസ ജീവനക്കാരനാണ് പരിക്കേറ്റത്. പണം നൽകുന്നതുമായുള്ള വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കണ്ണൂർ സ്വദേശിയാണ് ആക്രമിച്ചിട്ടുള്ളത്. ജീവനക്കാരന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്ന വിവരങ്ങൾ നൽകിയത് സരീഷ്. ജീവനക്കാരനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച് ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഏരിയ പ്രസിഡന്റ് KS സഹദേവൻ അധ്യക്ഷത വഹിച്ചു. PA പുരുഷോത്തമൻ, PK കൃഷ്ണൻകുട്ടി, PA ലച്ചുക്കുട്ടൻ, BL ബാബു, PK ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 48ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനവും പതാക ഉയർത്തലും വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ നിർവഹിച്ചു. ഒല്ലൂക്കര വിക്ടറി ITI പ്രിൻസിപ്പൽ PV ചിത്രാംഗതൻ, കീരംകുളങ്ങര ITI പ്രിൻസിപ്പൽ ഹരിത പ്രശാന്ത്, തൃശൂർ വൈസ് പ്രിൻസിപ്പൽ EV തോംസൺ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, ജനറൽ കൺവീനർ CK ഗിരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് മീറ്റിനോടനുബന്ധിച്ച് നടന്ന മാർച്ച് പാസ്റ്റിൽ ബെസ്റ്റ് ടീമിനുള്ള പെർഫോമൻസ് പുരസ്കാരം ഒല്ലൂക്കര അനക്സിലെ ഓട്ടോ മെക്കാനിക്കൽ വിഭാഗം കരസ്ഥമാക്കി. വിക്ടറി ഗ്രൂപ്പിന്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള 500ഓളം മത്സരാർത്ഥികൾ 22 ഇനങ്ങളിലായി നടന്ന കായിക മത്സരങ്ങളിൽ പങ്കാളികളായി. വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 3ാമത് ടി നസ്രുദ്ദീൻ സ്മാരക അവാർഡിന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അർഹനായി. 1 ലക്ഷം രൂപയും സ്വർണ്ണബലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 10-ന് കോഴിക്കോട് നടക്കുന്ന ടി നസ്രുദ്ദീൻ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി KN ബാലഗോപാലിന് സമർപ്പിക്കും. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 4-ന് നടത്താനിരുന്ന പാർലമെന്റ് മാർച്ച് 18-ലേക്ക് മാറ്റിയതായി ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ട്രഷറർ S ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. ഇക്കോ ടൂറിസം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി വനം മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നിയമസഭാ സബ് കമ്മിറ്റി അതിരപ്പിള്ളിയും വാഴച്ചാലും സന്ദർശിച്ചു. MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, CK ശശീന്ദ്രൻ, സണ്ണി ജോർജ്, അതിരപ്പിള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌമിനി മണിലാൽ, പഞ്ചായത്ത് അംഗം KK റിജേഷ്, വാഴച്ചാൽ DFO R ലക്ഷ്മി, ചാർപ്പ റേഞ്ച് ഓഫീസർ VB അഖിൽ തുടങ്ങിയവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ 22 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായി. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി ഹക്കീമിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. ഗ്രേഡ് SI സെബി, CPO-മാരായ അഖിൽ, ബിനിൽ, ജോസഫ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മാള പഴൂക്കര മാതിരപ്പിള്ളി വീട്ടിൽ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. പഴൂക്കരയിൽ നിന്നും ചാലക്കുടിയിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൽ വന്നതായിരുന്നു ജോർജ്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം ബ്രേക്കിട്ട സ്കൂട്ടറിന്റെ പിന്നിൽ ചരക്ക് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ഇടയിൽപ്പെട്ട ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിസരവാസികൾ ഓടിക്കൂടി അപകടത്തിൽപ്പെട്ടയാളെ ഉടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിന് സമീപം വലിയകത്ത് മുഹമ്മദ് അലിയുടെ മകൻ 28 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് 1.5 മാസമായി മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം.
കടമായി നൽകിയ സ്വർണ്ണവള തിരികെ ചോദിച്ചതിന് ബന്ധുവായ യുവതിയെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിലായി. കാട്ടാക്കുളം എടമുട്ടത്ത് വീട്ടിൽ കൃഷ്ണൻ ബാബുവിനെയാണ് കൊടുങ്ങല്ലൂർ SI സാലിം അറസ്റ്റ് ചെയ്തത്. തന്റെ സഹോദരിക്ക് വായ്പയായി നൽകിയ വള തിരികെ ചോദിച്ച ബന്ധുവായ സ്ത്രീയെ ഇയാൾ മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രൊബഷൻ SI വൈഷ്ണവ്, CPO ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. എടവിലങ്ങ് സ്വദേശി കൊണ്ടിയാറ സഹിൻ ദേവിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 13-ന് പോളക്കുളത്ത് ബാറിന്റെ പരിസരത്തായിരുന്നു സംഭവം. കാട്ടാംകുളം സ്വദേശി ഈശ്വരമംഗലത്ത് അരുൺ ദേവിനെയാണ് പ്രതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത്. SI സാലിം, പ്രൊബഷൻ SI വൈഷ്ണവ്, CPO ഗിരീഷ്, വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇനി വാണിജ്യം. പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണന രംഗത്തെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ എളനാട് മിൽക്സിൽ നിന്നുള്ള റിച്ച് ഡാഡ് പ്രീമിയം ഐസ്ക്രീമിന്റെ കേരളത്തിലെ ആദ്യ ഔട്ട്ലെറ്റ് തൃശൂർ അരിയങ്ങാടിയിൽ പ്രവർത്തനമാരംഭിച്ചു. അരിയങ്ങാടിയിൽ തൃശൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ബിൽഡിംഗിലെ ദ എലഗന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ പ്രവർത്തനമാരംഭിച്ച റിച്ച് ഡാഡ് പ്രീമിയം ഐസ്ക്രീം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സജീഷ് കുമാർ നിർവഹിച്ചു. ആദ്യ വിൽപ്പന ബിൽഡിംഗ് ഓണർ ഷെയ്ഖ് മുഹമ്മദ് റസാഖിന് നൽകിക്കൊണ്ട് എലഗന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉടമകളായ ലിൻഡോ, സനു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തൃശൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ, എളനാട് മിൽക്ക് കേരള സെയിൽസ് മാനേജർ ദീപക് സുഗതൻ, അഡ്വർടൈസ്മെന്റ് മാനേജർ വിശാഖ് ശശി, വ്യാപാരികൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. വിവിധ ഫ്ലേവറുകളിലും അളവിലുമുള്ള ബൾക്ക് ഐസ്ക്രീം, ഫ്രൂട്ട് കാൻഡി, സ്റ്റിക്ക് ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, ഫൺഡേ ആൻഡ് സൺഡേ, പോപ്സിക്കിൾസ്, കപ്പ് ഐസ്ക്രീം, ബോൾ ഐസ്ക്രീം, കുക്കീസ് ആൻഡ് ക്രീം തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഐസ്ക്രീം പ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദിവസവും എല്ലാ സമയവും റിച്ച് ഡാഡ് ഐസ്ക്രീം ഉൽപ്പന്നങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ ലഭ്യമാണ്. തൃശൂർ ജില്ലയിൽ എവിടേക്കുമുള്ള ബൾക്ക് ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8075913562. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3313 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. പൂങ്കുന്നത്തും സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ജനസാഗരം. സംസ്കാരം ശനിയാഴ്ച പറവൂർ ചേന്നമംഗലത്തെ തറവാട്ട് വളപ്പിൽ. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യമെന്തെന്ന് ഹൈക്കോടതി. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതി. മലക്കപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം. തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് ഭാഗികമായി തകർത്തു. കാർഷിക വിളകളും നശിപ്പിച്ചു. നെല്ലുവായ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി ഭക്തിസാന്ദ്രം. ധന്വന്ത്രി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ വൻ ഭക്തജനത്തിരക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. ഗുരുവായൂർ മഞ്ചുളാൽ തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറക് വിരിക്കും. ആൽത്തറയിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.